നമ്മുടെ എയർഫോഴ്സിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞെങ്കിലും വീണ്ടും അതിന്റെ അപേക്ഷ റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. കാരണം അതിന്റെ ഏജ് ലിമിറ്റ് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 22 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. മുൻപ് അത് 21 അപേക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതിനുശേഷം നമ്മുടെ ആർമീൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, അഗ്നിവീർ തന്നെ. അപ്പോൾ അതിൽ 22 വയസ്സായിരുന്നു പ്രായപരിധി ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എയർഫോഴ്സിന് മാത്രം 21 ആക്കിയത് ഈക്വൽ ആയിട്ടുള്ള ഒരു പരിഗണന അല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും അതിന്റെ റീ ഓപ്പൺ ചെയ്ത് 22 വയസ്സാക്കിക്കൊണ്ട് പുതിയൊരു അപേക്ഷ വീണ്ടും ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി മുൻപ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന് അപേക്ഷിക്കേണ്ട, അപേക്ഷിക്കാത്തവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതുമാണ്. സോ എക്സാമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുൻപ് പറഞ്ഞ അഡ്വർടൈസ്മെന്റിൽ എങ്ങനെയാണോ ഉള്ളത് അത് ആ സെയിം ആയിട്ടായിരിക്കും ഉണ്ടാവുക. യാതൊരു വ്യത്യാസമില്ല. ഏജിൽ മാത്രമാണ് മാറ്റം വേണ്ടത്. പിന്നെ പുതിയ രീതിയിൽ അപേക്ഷ തുറന്നിട്ടുണ്ട്. അത് ഞാൻ മുമ്പോട്ടേക്ക് പറയാം, ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ നമ്മുടെ സ്റ്റോറിലും അതുപോലെ നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ചാൽ അവിടെയും ലഭിക്കും. സ്റ്റോർ നമ്മൾ വാട്സപ്പ് ചാനലായിട്ടും അതുപോലെ ടെലിഗ്രാം ചാനലായിട്ടും താഴെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 2 ലിങ്ക് ലഭിക്കും. അല്ല ഡയറക്റ്റ്ലി നമ്മുടെ ടീമിന് മെസ്സേജ് അയക്കാനുള്ള ലിങ്കും അവിടെ ഉണ്ട്. അതിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള 3 പോസ്റ്റുകളുണ്ട്. ഒന്ന് നമ്മുടെ X, അതുപോലെ Y, പിന്നെ MA മെഡിക്കൽ അസിസ്റ്റന്റ്. ഈ 3 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. X എന്ന് പറയുന്നത് അഗ്നിവീർ ആണ്, Y എന്ന് പറയുന്നത് അഗ്നിവീർ ആണ്, MA എന്ന് പറയുന്നത് സ്ഥിരജോലിയാണ്, മെഡിക്കൽ അസിസ്റ്റന്റ് സ്ഥിരജോലിയാണ്. ഇത് രണ്ടും 4 വർഷത്തേക്കുള്ള ജോബാണ്. അതിൽ നിന്ന് കുറച്ചധികം പേരെ പെർമനന്റ് ആക്കുന്നുള്ള കാര്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര പെർസെൻറ്റേജ് പേരെ അതിൽ പെർമനന്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ളവർ ലീവ് ചെയ്ത് വരണം. ലീവ് ചെയ്ത് വരുമ്പോൾ ഇത്ര ശതമാനം പൈസ, അല്ലെങ്കിൽ ഇത്ര ഒരു പെർസെൻറ്റേജ് അല്ല, ഇത്ര പൈസ, ഏകദേശം ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് രൂപ നിങ്ങളുടെ കയ്യിലേക്ക് നൽകപ്പെടും. 10 ചില്ലറ രൂപ നിങ്ങളുടെ കയ്യിലേക്ക് നൽകപ്പെടും എന്നുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഇതിനൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ ഉണ്ട്. അതുപോലെ Yയും MAയും സെയിം സിലബസ് ആണ്. രണ്ടും 2 പോസ്റ്റ് ആണെങ്കിലും സിലബസ് രണ്ടും സെയിം ആണ്. സോ താല്പര്യമുള്ളവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും കൂടി പരിഗണിക്കാവുന്നതാണ്. സോ 22 വയസ്സ്, അത് മാത്രമല്ല, കഴിഞ്ഞ തവണ ഇതുപോലെ മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അത് മാത്രം നോക്കി പോയിട്ടും കുട്ടികൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രം നോക്കണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളെ പ്രിഫർ ചെയ്യില്ല, പറയില്ല. അത് നോക്കണം, അതിൻ്റെ കൂടെ മറ്റുള്ളതും കൂടി നോക്കുക, അത് കണക്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും പരീക്ഷ നമ്മളെല്ലാം ഇടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത് മാത്രമേ ആസ് എ ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അതാണ് തീർച്ചയായിട്ടും പറ്റുന്നത്. അപ്പോൾ അങ്ങനെ തീർച്ചയായും ചെയ്യാൻ, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക, എങ്കിലേ നമുക്ക് ഫൈനൽ ലിസ്റ്റിലേക്ക് കയറി ഇടം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് അപേക്ഷിക്കാം. MA എന്ന് പറയുന്ന പോസ്റ്റിന് ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ, ഫീമെയിൽസിന് പറ്റില്ല. Xഉം Yക്കും മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാം. അപ്പം പിന്നെ ഇത് ഇവിടെ നമുക്ക് MAൻ്റെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. MAൻ്റെ അപേക്ഷ ഓപ്പൺ ആയിട്ടില്ല. ഓൺലി X ആൻഡ് Y അഗ്നിവീറിൻ്റെ അപേക്ഷയായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ കാണാൻ സാധിക്കും അഗ്നിവീർ, വായു, അഗ്നിവീറിൻ്റെ മാത്രമാണ് ഓപ്പൺ ആകുന്നത്. പിന്നെ 3 സ്ട്രീം ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമാണ്. MAൻ്റെ ഓപ്പൺ ആവില്ല. Yയും Xും മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. അഗ്നിവീർ മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അൺമേരിഡ് ആയിട്ടുള്ള 22 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് പറയാം. 1 ജാനുവരി 2005 അതുപോലെ 1 ജൂലൈ 2009 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം വീണ്ടും അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 3 മാർച്ച് 2026 മുതൽ 10 മാർച്ച് 2026 വരെ വീണ്ടും അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. 10-ാം തീയതി വരെ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞ നോട്ടിഫിക്കേഷൻ എല്ലാം സെയിം തന്നെയാണ്. ഈ ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിലും അപേക്ഷ റീ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലും മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഉണ്ട്, Yയും ഉണ്ട്. താഴെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.